മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി കൺസോൾഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. നിഫ്റ്റി 6000-ന് മുകളിൽ തന്നെ ഒരു സ്ഥിരതയാർജിക്കുന്നു. വിപണി ഇടയ്ക്ക് താഴേക്ക് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച, പക്ഷേ വീണ്ടും ശക്തമായി വെള്ളിയാഴ്ചയോടുകൂടി തിരികെ വരുന്നതും കണ്ടു. പ്രത്യേകിച്ചും L&T, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളിൽ ഒരു മുന്നേറ്റം കണ്ടു. ഇത് വേണമെങ്കിൽ ഒരു പ്രീ ബജറ്റ് റാലിയായി വ്യാഖ്യാനിക്കാം. തിങ്കളാഴ്ചയാണ് ബജറ്റിന് പകരമുള്ള വോട്ട് ഓൺ അക്കൗണ്ട്, കുറച്ച് മാസങ്ങൾക്ക് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി വിവര പട്ടികയായ വോട്ട് ഓൺ അക്കൗണ്ട് തിങ്കളാഴ്ചയാണ് ധനമന്ത്രി ചിദംബരം അവതരിപ്പിക്കുക. വിപണിയെക്കുറിച്ച് എന്തായാലും കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, വോട്ട് ഓൺ അക്കൗണ്ടിൽ നമ്മൾ വലിയ പ്രതീക്ഷ ആരും തന്നെ വെക്കുന്നില്ല, കാരണം കുറച്ച് നാളുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു 3 മണി അല്ലെങ്കിൽ 2:30-ക്ക് ശേഷം ശക്തമായൊരു ബൈയിങ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച L&T, ICICI ബാങ്ക്, വിപ്രോയിലും അത് കണ്ടു. അത് എന്തിൻ്റെ സൂചനയാണ്? കാരണം മാർക്കറ്റ് ഏറെ താഴെയാണ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ബജറ്റിൻ്റെ ദിവസം വിപണി സെൽ ഓഫ് വരുന്നത് കാണാറുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൽ വലിയൊരു പ്രതീക്ഷ ഈ വോട്ട് ഓൺ അക്കൗണ്ട് ആയതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ മാർക്കറ്റിനില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്ക് തന്നെ വലിയൊരു ഡിസ്കഷൻ അതിനെക്കുറിച്ച് വരേണ്ടതാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് മാർക്കറ്റിന് വലിയ പ്രതീക്ഷയൊന്നും ഈ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചില്ല. മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ട്, അത് തന്നെയാണ്. വളരെ ഷാർപ്പായുള്ള കറക്ഷനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മാർക്കറ്റ് ഇപ്പോഴും ശക്തമായ നിലയിൽ തുടരുന്നു എന്നുള്ളൊരു പോസിറ്റീവാണ്. വന്ന ഡാറ്റകൾ, ഇൻഫ്ലേഷൻ ആണെങ്കിലും ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ചൈനയുടെ ആണെങ്കിലും ശരി, ഇന്ത്യയുടെ ഒക്കെ ആണെങ്കിലും ഒരു ബെറ്റർ ഡാറ്റകൾ വരുന്നു. മൈക്രോ ലെവലിൽ ചില ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു എന്നുള്ളൊരു സൈൻ. അതാണ് ഇപ്പോഴും മാർക്കറ്റ് 6000 മുകളിൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഒരു റൈഡ് കിട്ടേണ്ടതായിരുന്നു. അതും പാർലമെൻറ്റും ചില ഇഷ്യൂസ് കാരണമാണ് ആ ഒരു റൈഡ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് വന്നപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് അതിനോട് ആ രീതിയിൽ റിയാക്ട് ചെയ്തില്ല. പക്ഷേ 6100-ന് മുകളിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഒരു സെൽ ഓഫ് വന്നു. എന്തായാലും ഫ്രൈഡേ ക്ലോസിംഗ് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് ആയിരുന്നു ഫ്രൈഡേ പുറത്തു വന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ മോശം റിസൾട്ടായി. SBIയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. 3ാം പാദ പ്രവർത്തന ഫലം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ മോശമായിരുന്നു. പക്ഷേ വിപണി ഏറെ താഴെ ഓഹരി ഏറെ താഴെ വന്നിരുന്നു. 2234 കോടിയാണ് ലാഭം രേഖപ്പെടുത്തിയത്. വിപണി കുറച്ചുകൂടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കിട്ടാക്കടവും കൂടിയിട്ടുണ്ട്. അത് 2.91% അത് 3% മുകളിലേക്ക് വന്നിരിക്കുന്നു. ഇത് പക്ഷേ വിപണി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന 1566 1460 ലെവലിലൊരു ശക്തമായ പിന്തുണ ലഭിക്കുമെന്ന് കരുതാം. തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്തായാലും ഈ ICICI ബാങ്ക് കയറിയ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ കയറും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ SBI, ICICI ബാങ്ക്, ഇപ്പോൾ പറയുന്ന L&T തുടങ്ങിയ മുൻനിര ഓഹരികൾ എങ്ങനെയായിരിക്കും? ഈ ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ പോസിറ്റീവ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും ഇതൊരു പ്രതീക്ഷിച്ചാണ്. NPA കൂടി എന്നുള്ളതാണ് ഒരു നെഗറ്റീവ്. അത് മാർക്കറ്റ് പ്രതീക്ഷിച്ചാണ്. അതിനു മുമ്പ് തന്നെ എൻ്റെ ഡിസ്കൗണ്ടിങ് തുടങ്ങിയിരുന്നു. അതാണ് റിസൾട്ടിന് ശേഷം ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ വരാത്തത്. SBI ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ള സ്ട്രാറ്റജിയാണുള്ളത്. അതുപോലെ ICICI ബാങ്ക്, L&T ഒക്കെ തന്നെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അത് നമ്മൾ ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ കണ്ടതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലും കാണുന്നു, ഇൻഡിവിജ്വലുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടർ, സിപ്ല ഒഴിച്ച് ബാക്കി ഫാർമ കമ്പനികളൊക്കെ തന്നെ. ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യം ഒന്ന് നോക്കിയാൽ 4805 കോടി രൂപയുടെ ഗംഭീര പ്രവർത്തന ലാഭമാണ് കാഴ്ചവെച്ചത്. പക്ഷേ അത് അർഹിക്കുന്ന ലെവലിലേക്ക് ആ ഓഹരി ഒരു 400-ന് മുകളിലേക്ക് പോയി കണ്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതുമായി കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ്, ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് റിസൾട്ടൊന്നും മോശമായിട്ട് ഒന്നും വന്നില്ല. പക്ഷേ ഈജിപ്തിലേക്ക് 2 വീലർ 3 വീലർ കയറ്റുമതി ബാൻ ചെയ്തിരിക്കുകയാണ് ഈജിപ്ത്. അത് വലിയ രീതിയിൽ ഇവരെ ബാധിക്കുമെന്ന് പറയുന്നു. ഒപ്പം അവസാനം ഇന്ന് വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് തീർന്നതിന് ശേഷം പുറത്തു വന്ന ടാറ്റ മോട്ടോഴ്സിന്റെ ഗ്ലോബൽ സെയിൽസിന്റെ കണക്കുകൾ വെച്ച് ജാഗ്വാർ ലാൻഡ് റോവറിൽ 38,000 യൂണിറ്റാണ് വിറ്റിരിക്കുന്നത്. PL വിഭാഗം, ആ വിഭാഗത്തിൽ, അതായത് ജനറൽ മറ്റ് വെഹിക്കിൾസിന്റെ വിഭാഗത്തിൽ 50,000 കൂടിയിരിക്കുന്നു 47,000-ന്റെ ലെവലുകളിൽ നിന്ന്. അപ്പോൾ പൊതുവെ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു കുതിപ്പും, പ്രത്യേകിച്ച് അവർ ധാരാളം വാഹനങ്ങൾ ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ബജാജ് ഓട്ടോ ഈ പറയുന്ന അപ്രതീക്ഷിതമായൊരു ഇത് വന്നതുകൊണ്ട് ഒന്ന് ഇരുന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ? അല്ല, മൂവ് കൂടുതൽ വരാൻ ടാറ്റ മോട്ടോഴ്സ്. ഇപ്പോൾ ഈജിപ്ത് ഈ 2 വീലർ അവർ ഇമ്പോർട്ട് ബാൻ ചെയ്തിരിക്കും. അപ്പോൾ ഇവരെ എക്സ്പോർട്ടിനെ തീർച്ചയായിട്ടും ബാധിക്കും. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഗ്ലോബൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും വന്നു. പക്ഷേ മാർക്കറ്റിന് ഒരു എനർജി കുറവായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ 400+ പോകേണ്ട സമയം കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് ആ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ടോട്ടലി FIs ഒരു സെല്ലിംഗ് സൈഡിലാണ്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര ആക്റ്റീവ് ബൈയിങ് സൈഡിലും വന്നില്ല ലാസ്റ്റ് വീക്ക്. അതാണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ. തിങ്കളാഴ്ച ദിവസം ബജറ്റ് ഈ പറയുന്ന ഓട്ടോൺ അക്കൗണ്ടിൽ ചിദംബരം എക്സൈസ് തീരുവ, ഇപ്പോൾ ഏറെ ഉയർന്നു നിൽക്കുന്ന എക്സൈസ് തീരുവ, മോട്ടോർ വാഹനങ്ങളുടെ എക്സൈസ് തീരുവ കുറച്ചാൽ, വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ചാൽ ഈ പറയുന്ന കമ്പനികൾ, ബജാജ് ഓട്ടോ നമുക്ക് ഒഴിവാക്കാം, ബാക്കി ഓഹരികൾ, മഹീന്ദ്രയുടെ എല്ലാ റിസൾട്ടുകളും എല്ലാം വന്നു നിൽക്കുകയാണ്, എല്ലാം ഒരു വലിയ റാലി ലഭിക്കുമോ? ഒരു റാലി ഇപ്പം മഹീന്ദ്ര ഓൾറെഡി ഒരു റാലി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു സ്ലൈറ്റ് അപ്പ് മൂവ് പ്രതീക്ഷിക്കാം. ടാറ്റ മോട്ടോഴ്സിലൊക്കെ തന്നെ നല്ല ഒരു മൂവ് ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മൂവിലേക്ക് ചിദംബരം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ മെഷേഴ്സ് ഒന്നും ഈ വോട്ടർ അക്കൗണ്ടിൽ എടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അസോസിയേഷൻ സിയാം വലിയ നിവേദനങ്ങളൊക്കെ കൊടുത്ത് കാത്തിരിക്കുകയാണ് കുറച്ച് നാളുകളായി. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മൂവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടൊന്നും ഈ ഒരു വോട്ടർ അക്കൗണ്ടിൽ ഒന്നും സംഭവിക്കാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ ടോട്ടലി മാർക്കറ്റിൽ ഒരു എനർജി നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് FISന്റെ വിഡ്രോവൽ തന്നെയാണ്. അത് ടാപ്പറിംഗ് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂ തന്നെയാണ്. അത് വീണ്ടും വരാനുള്ള, വീണ്ടും ഒരു 10 മില്യന്റെ വിഡ്രോവൽ വന്നാൽ, ബോണ്ട് പർച്ചേസ് വന്നാൽ അത് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ആ ഒരു ഫിയറാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് FISന്റെ ഫ്ലോ കുറവ് തന്നെയാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. അതല്ല FISന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ളൊരു മൂവിന് ഒരു 6200 പോകാനുള്ള എനർജി ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട്. കാരണം എല്ലാ ഡാറ്റകൾ മൈക്രോ ലെവലിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിലും ഇപ്പോൾ സ്പെക്ട്രം ഓപ്ഷൻ കഴിഞ്ഞു, എനിക്കൊന്ന് നല്ല കളക്ട് 60,000 ക്രോസിനടുത്ത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല ഫിഗർ തന്നെയാണ്. ഇതൊക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ ഉള്ള ഒരു എനർജി കുറവുണ്ട് ഇപ്പോൾ. അതാണ് അത് ഫണ്ട് ഫ്ലോയുടെ ഒരു കുറവ് തന്നെയാണ്, ആ എനർജിക്ക് കുറവെന്ന് പറയുന്നത്. റീസൺ അതാണ്. എന്തായാലും നമുക്ക് മറ്റ് ഫാർമ സെക്ടറും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചില ഇൻഡിവിജ്വൽ ഒരു 4-5 ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകൾ പരിശോധിക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച റിസൾട്ടും മറ്റ് വാർത്തകളിലും ഒക്കെയായി വന്ന ഓഹരികളാണ്. ആദ്യം നമുക്ക് സൺഫാർമ, എപ്പോഴും മാർക്കറ്റ് വാച്ച് പരാമർശിക്കാറുള്ളത്, റെക്കമെൻഡ് ചെയ്യാറുള്ള കമ്പനിയാണ്. മികച്ച പ്രവർത്തന ഫലം വന്നു, അതിൻ്റെ പേരിൽ കയറി. പക്ഷേ എക്സെപ്ഷണൽ ഗെയിൻ ഉണ്ടായിരുന്നു, അതർ ഇൻകത്തിൽ വന്നു. ഒപ്പം അവർ പുതിയ അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ബ്രെയിൻ ട്യൂമറിനുള്ള ഡ്രഗ് ടെമാഡോർ അതിന് അംഗീകാരം നൽകി. അങ്ങനെ വളരെ പോസിറ്റീവായ വാർത്തകൾ അവർക്ക് വരുന്നു. സൺഫാർമ. 2 ടാറ്റ എൽക്സി, നമ്മളെപ്പോഴും നിർദ്ദേശിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം വലിയ രീതിയിൽ, ഭുവനേന്ദ്രൻ എപ്പോഴും പറയാറുള്ള ഒരു ഓഹരിയാണ്, വലിയ രീതിയിൽ അത് മുന്നേറി. മറ്റൊരു ഓഹരി സെയിൽ, അതിൻ്റെ റിസൾട്ട് വളരെ മികച്ചതായിരുന്നു, അതിലും ഒരു നേട്ടം കാണുന്നു. പക്ഷേ റിസൾട്ട് മോശമായതുകൊണ്ട് താഴെ പോയ ഓഹരി ഹിൻഡാൽകോ. ഇങ്ങനെ ഈ 4 ഓഹരികൾ ഒന്ന് ഒറ്റ നോട്ടത്തിൽ. ഒരു ഓഹരി കൂടി ചോദിക്കാം. മുത്തൂറ്റ് ഫിനാൻസ്, കേരളത്തിൽ നിന്നുള്ള അതിഗംഭീരമായ ഭയങ്കര ഒരു ഡ്രീം റണ്ണിലാണ്. ഒരു 100-120 ലെവലുകളിൽ കിടന്ന ഓഹരി ഒറ്റയടിക്ക് 170, 183 ആ റൈഡ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ബാങ്കിങ് ലൈസൻസിന്റെ സമയം അടുക്കുന്നു. സ്വർണത്തിന് കൂടുതൽ പണയ സ്വർണത്തിന് കൂടുതൽ വായ്പ നൽകാം തുടങ്ങിയ പോസിറ്റീവായ വാർത്തകൾ വരുന്നു. പലരും ടാർഗറ്റ് റിവൈസ് ചെയ്ത് 400 രൂപയാക്കുന്നു എന്ന് തോന്നുന്നു ഈ 5 ഓഹരികൾ. ഈ 5 ഓഹരികൾ ഇതിൽ മുത്തൂറ്റ് ഫിനാൻസ് ഇപ്പോഴൊരു ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ്. പക്ഷേ ഒന്നുകൂടി ഒരു കോഷ്യസ്, ഒരു കറക്ഷന് ശേഷമുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ആ ഒരു ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ വരും. ആ സമയത്ത് വീണ്ടും ഒരു 150 to 145 ലെവൽ വരുമ്പോൾ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് മുത്തൂറ്റ് ഫിനാൻസ്. ദെൻ ടാറ്റ എൽക്സിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ടാറ്റ എൽക്സി ഇപ്പോഴത്തെ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. 480 to 500 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴുണ്ട്. ഒരു 400 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. 420-400 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവലാണ് ടാറ്റ എൽക്സിയെ സംബന്ധിച്ചും. പിന്നെ നമ്മൾക്ക് ഹിൻഡാൽകോ റിസൾട്ട് മോശമായി. അത് പിന്നെ അതുപോലെ തന്നെ ആ മെറ്റൽ സെക്ടറിൽ ഒരു സെൽ ഓഫ് ലാസ്റ്റ് വീക്ക് വന്നിരുന്നു, അതിന്റെ റിഫ്ലക്ഷനാണ്. ഹിൻഡാൽകോ ഒരു സ്ട്രോങ് ബൈ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 100 ലെവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു 100 ലെവൽ എന്ന് ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ലെവൽ തന്നെയാണ്. അത് ടാറ്റ സ്റ്റീൽ ആണെങ്കിലും ലാസ്റ്റ് വീക്ക് ആ റിസൾട്ടിന് ശേഷം അവിടെയും ഡെറ്റിന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അതാണ് ആ സ്റ്റോക്കിലും നമ്മൾ കറക്ഷൻ കണ്ടു. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ അതുപോലെ തന്നെ ടാറ്റ സെയിൽ റിസൾട്ട് ബെറ്റർ ആണ്. സെയിലിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ് 72 ലെവൽ വരെ പോയതിനു ശേഷം വന്നിരിക്കുന്ന കറക്ഷനാണ്. അപ്പോൾ 60-58 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്, ഒരു ബൈയിങ് ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ 4 സ്റ്റോക്കിൽ സൺഫാർമ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നു. ലാസ്റ്റ് വീക്ക് പോലും 5% ബെറ്ററായി, പുതിയ മെഡിസിൻ അംഗീകാരം കിട്ടുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവും. അതുപോലെ ഫാർമ സെക്ടർ എല്ലാം, ഫാർമയും IT ഈ വർഷം നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ കറണ്ട് വാല്യൂവിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഒരു കറക്ഷന് വേണ്ടി ഈ 2 സെക്ടറും വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ പറഞ്ഞ ഓഹരികളെല്ലാം വളരെ മികച്ചവ തന്നെ. എല്ലാ സ്റ്റോക്കും ഫണ്ടമെന്റലി
വളരെ സൗണ്ടാണ്, മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാ വളരെ നല്ല പ്രൊമോട്ടേഴ്സ്. ഈ സ്റ്റോക്ക് എല്ലാം തന്നെ ഓരോ ഡിപ്പും ബൈ അഡ്വൈസബിൾ ആണ്. അതിൽ ഫാർമ സെക്ടറിൽ മാത്രം ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും. കാരണം വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു റിസൾട്ടിനൊക്കെ ശേഷം. ആ സെക്ടറിൽ മാത്രം ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീലൊക്കെ തന്നെ ഈ ഒരു ലെവൽ പോലും അക്യുമുലേറ്റ് ചെയ്തു പോകാം. ഡൗൺ സൈഡ് മാർക്കറ്റിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കുറവാണ്. 5950, 900 എന്ന് പറയുന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ദെൻ ഒരു ഫൈനലി 5800 വരെ പോകാനേ സാധ്യതയുള്ളൂ. ഏറ്റവും ബോട്ടം ലൈൻ മേടിക്കണം എന്നുള്ളൊരു വാശി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പർ സൈഡ് നമ്മൾ എപ്പോഴും പറയുന്ന 6500 തന്നെയാണ്. പക്ഷേ ക്രൂഷ്യൽ 6180 ടു 6200 ആ ടെക്നിക്കൽ ലെവലിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അടുത്തൊരു 2 വീക്സിൻ്റെ മാർക്കറ്റിൻ്റെ മൂവിംഗ് റേഞ്ച് 5950 ടു 6180 ടു 200 എന്ന് പറയുന്നത്. ആ 200 മുകളിലേക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്തൊരു അപ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ. നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. CV ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, അദ്ദേഹം കണ്ണൂരിൽ നിന്ന് അയച്ചിരിക്കുന്ന മെയിലാണ്. ധാരാളം ഓഹരികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അരവിന്ദോ ഫാർമ, L&T ഫിനാൻസ്, രുചി സോയ, ടാറ്റ ഗ്ലോബൽ ബീവറേജസ്, യൂണിയൻ ബാങ്ക്, FCS സോഫ്റ്റ്വെയർ 35 പൈസയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഡിഷ് TV, മാർക്സാൻസ് ഫാർമ 19 രൂപയ്ക്ക്, ഡെക്കാൻ ക്രോണിക്കിൾ അതിപ്പോൾ ഇല്ല, ഓഹരി വിപണിയിൽ ഇല്ലാത്ത ഓഹരിയാണ്, UPL, യുണൈറ്റഡ് ഫോസ്ഫറസ്, ടൈറ്റാൻ തുടങ്ങിയ ഓഹരികളാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ രുചി സോയ അല്ലെങ്കിൽ FCS സോഫ്റ്റ്വെയർ, മാർക്സാൻസ് ഫാർമ, ഡെക്കാൻ ക്രോണിക്കിൾ തുടങ്ങിയ ഓഹരികൾ നമുക്ക് ഒഴിവാക്കാം. കാരണം അതിപ്പോൾ വിപണിയിലില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും അതിനെക്കുറിച്ച് സൗണ്ടും അല്ല, ഫണ്ടമെന്റലി സൗണ്ട് അല്ല. ഇതിൽ അരവിന്ദോ ഫാർമ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഓരോ കറക്ഷനും നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വാങ്ങിയിരിക്കുന്നത് 100 എണ്ണമാണ്, 180 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 500 രൂപയ്ക്കാണ്. അതെ, 500 അടുത്താണ്. ഈ 458 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് വീണ്ടും വരും. എനിക്കൊന്ന് ആ സെക്ടറിൽ, ഫാർമ സെക്ടറിൽ എസ്പെഷ്യലി ഈ സ്റ്റോക്കിൽ തന്നെ എക്സ്പോഷർ കൂട്ടുന്നതായിരിക്കും നല്ലത്. 458, 404 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 533 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതെനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അരവിന്ദോ ഫാർമ ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ L&T ഫൈനാൻസ് ആണ്, ബാങ്കിങ് ലൈസൻസ് പ്രതീക്ഷിച്ചിരിക്കുന്നു. 66-59 രണ്ട് സപ്പോർട്ട് ലെവലാണ്. വീണ്ടും 66ലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചാൽ അഗൈൻ 59 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു വാല്യൂ ബൈയിങ് ലെവലാണ്. L&T ഫൈനാൻസിനെ സംബന്ധിച്ച് ലോങ് ടൈം ബെറ്റ് തന്നെയാണ് L&T ഫൈനാൻസ്. 78 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ ഗ്ലോബൽ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 134 ആൻഡ് 126 രണ്ട് സപ്പോർട്ട് ലെവലാണ് സ്റ്റോക്കിന്. 146 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എനിക്കൊന്ന് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഡിഷ് TV ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ആണ് സ്റ്റോക്കിന് ഒരു കറക്ഷനുള്ള സാധ്യത വന്നത്. 43 അഗൈൻ ഒരു ലോങ് ടൈം എൻട്രി പോയിന്റ് തന്നെയാണ്. ദെൻ 38 ഈ രണ്ട് ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ രണ്ട് ലെവൽ 43 ആൻഡ് 38 ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് ലോങ് ടൈം വ്യൂവിൽ നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 52 ആണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ യുണൈറ്റഡ് ഫോസ്ഫറസ് ആണ് 178 ആൻഡ് 164 ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ രണ്ട് ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് അദ്ദേഹത്തിന് പരിഗണിക്കാം. 198 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടൈറ്റാൻ ഫണ്ടമെന്റലി സൗണ്ടാണ്. ഓരോ ഡിപ്പും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ചെറിയ കറക്ഷനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് ടൈറ്റാൻ. 224, 210 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 238 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 238 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് എല്ലാം തന്നെ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളുണ്ട്. ഈ സ്റ്റോക്ക് ഇതിൽ അരവിന്ദോ ഫാർമ, L&T ഫൈനാൻസ്, ടാറ്റ ഗ്ലോബൽ, ഡിഷ് TV, ടൈറ്റാൻ പോലെ യുണൈറ്റഡ് ഫോസ്ഫറസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഓരോ കറക്ഷൻ നിഫ്റ്റി 5900 ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ എക്സ്പോഷർ കൂട്ടുന്നത് നന്നായിരിക്കും. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് വോട്ട് ഓൺ അക്കൗണ്ടിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും എല്ലാ വർഷവും കൂടെ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ, ഒപ്പം തന്നെ കൺസ്ട്രക്ഷൻ സെക്ടർ, ഈ 3 മേഖലകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുക എന്നാണ് സാധാരണ കണ്ടുവരുന്നത്. ഇക്കുറി അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നേരത്തെ നമ്മൾ കണ്ട L&T 1000 താഴെ അല്ലെങ്കിൽ 1000 അരികിലേക്ക് വരുന്നത് കണ്ടു. അങ്ങനെ ഒരു ട്രസ്റ്റ് സ്വാഭാവികമായും അത് സസ്റ്റൈനബിൾ ആണോ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം? ഇത്തരം ഓഹരികളിൽ
അതോ ഈ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് റോഡ് നിർമ്മാണത്തിനെല്ലാം വലിയ രീതിയിലുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാറുണ്ട്? തകർന്നു കിടക്കുകയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ചും കമ്പനികൾ. IRB ഇൻഫ്ര പോലെ, റാംകി ഇൻഫ്ര തുടങ്ങിയ എത്രയോ കമ്പനികൾ, മികച്ചതും അല്ലാത്തതുമായ കമ്പനികൾ വളരെ വളരെ താഴെയാണ് അതിൻ്റെ ഇത് കിടക്കുന്നത്. അത്തരം ഓഹരികൾക്കൊരു ഒരു റീഇൻവഗറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പുനരുജ്ജീവനം ലഭിക്കുമോ? ഈ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ത്രൂ അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റ് കൂടുതൽ സ്പെൻഡിങ്, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിനൊക്കെ മാറ്റിവെക്കാനുള്ള സാധ്യത, അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, ഫെർട്ടിലൈസർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ ജനപ്രിയമായ കാര്യങ്ങളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം എലക്ഷൻ വരാനിരിക്കുന്നു, എലക്ഷൻ വളരെ അടുത്ത് എലക്ഷൻ വരികയാണ്. അതുകൊണ്ട് വലിയ കോർപ്പറേറ്റ് മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബജറ്റ് അല്ലെങ്കിൽ ഈ വോട്ട് ഓൺ അക്കൗണ്ട് കൊണ്ട് മാർക്കറ്റ് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തന്നെയായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത. എന്തായാലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ലഭിച്ച സാഹചര്യത്തിൽ നെക്സ്റ്റ് വീക്കും ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഒരു റൈഡ് വരേണ്ടതായിരുന്നു, പക്ഷേ അത് ചില ഇന്റേണലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ചില ഇഷ്യൂ, പാർലമെൻറ്റും ഒക്കെ ചില ഇഷ്യൂ ആണ് ആ ഒരു റൈഡ് അറസ്റ്റ് ചെയ്യാനുള്ള റീസൺ വന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റും വരാനാണ് കൂടുതലായിട്ട് സാധ്യത കാണുന്നത്. എന്ത് തന്നെയായാലും വോട്ട് ഓൺ അക്കൗണ്ട് ആയാലും ബജറ്റ് ആയാലും ഒരു ബജറ്റ് പിക്ക് എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതായിരിക്കും തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബജറ്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ആളുകൾ വാങ്ങേണ്ടത്? ഞാൻ ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ലാസ്റ്റ് ആൻഡ് ടു ബ്രോ തന്നെയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ആണ് ഇന്ത്യ ലാക്ക് ചെയ്യുന്നതും ആ ഒരു സ്പെൻഡിങ് തന്നെയാണ്. L&T ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബജറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ടിന് വേണ്ടിയല്ല, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 1000 ബിലോ ഈ സ്റ്റോക്ക് നിൽക്കുകയാണ്. ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് L&T. അത് L&T തന്നെ ബെറ്റ് എടുക്കുന്നത് തന്നെയായിരിക്കുന്നതല്ല. ഷോർട്ട് ടൈം വ്യൂവിൽ ചിലപ്പോൾ ഒരു 30-40 റുപ്പീസിന്റെ റൈഡ് കിട്ടാനുള്ള പോസിബിലിറ്റി നെക്സ്റ്റ് വീക്ക് കൂടുതലാണ് L&T. അപ്പോൾ ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിലും ഇത് നല്ല, അതെ, രണ്ട് ആംഗിളിലും ഒരു നല്ലൊരു ബൈ ആയിരിക്കും L&T. നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ച് പഴയതുപോലെ ബജറ്റ് അല്ലെങ്കിൽ കൂടി കുറച്ച് മാസങ്ങൾക്ക് മാത്രമുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആണെങ്കിൽ കൂടി അതും നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ചില ഓഹരികളിലുണ്ടായ മൊമെൻറ്റം അത് സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച ഒരു റൈഡ് ഓപ്പണിങ്ങിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സാധാരണ കണ്ടുവരുന്നത് ബജറ്റിൻ്റെ ദിവസം അല്പം വിപണി താഴേക്ക് പോകുന്നതാണ് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം. പക്ഷേ ഇക്കുറി വോട്ട് ഓൺ അക്കൗണ്ട് ആണ്, മാത്രവുമല്ല വിപണി താഴെയാണ് നിൽക്കുന്നത്, മുൻ കാലങ്ങളെ അപേക്ഷിച്ച് താഴെ നിൽക്കുന്നു എന്നുള്ള ഒരു പരിഗണന കൂടിയുണ്ട്. അതുകൊണ്ട് വലിയ അളവിൽ താഴേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല, പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഈ പറയുന്ന വോട്ട് ഓൺ അക്കൗണ്ടും വളരെ മികച്ചതായി വിപണിക്ക് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ 100-200 പോയിന്റ് ഒരു റൈഡ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇത് തന്നെയായാലും L&T പോലെയുള്ള ഓഹരികൾ, പ്രത്യേകിച്ചും അത് 1000 രൂപയ്ക്ക് താഴെ നിൽക്കുന്നു. അത്തരം ഓഹരികൾ ഈ സാഹചര്യത്തിൽ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.